സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ സ്നേഹക്കൂട്ട് എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച കാത്തിരുന്ന നിമിഷം തന്നെയാണ് സേതുവിന്റെ പല്ലവിയുടെ പ്രണയം. അവരുടെ പ്രണയം തുടങ്ങുന്നതും അവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കണം എന്നൊക്കെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന നിമിഷം തന്നെയാണ്. എന്നാൽ ആ ഒരു നിമിഷമാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ആ ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ ഒരുപാട് കുളിർമയേകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ സ്നേഹക്കൂട്ടിലെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക, സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ എന്ത് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സ്വാതി ഇപ്പോൾ ഇന്ദ്രന്റെ പിടിയിലാണ് എന്ന് സേതുവിനും പല്ലവിക്കും മനസ്സിലായി. അത്രത്തോളം സ്വാതിയെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്ദ്രൻ മയക്കി എടുത്തിരിക്കുവാണ് എന്ന് പല്ലവിക്കും സേതുവിനും മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പല്ലവി ഒരു ഐഡിയ പറഞ്ഞതും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അച്ചുവിന്റെ കൂട്ടൊക്കെ പിടിച്ച് ഋതുവിന്റെയും സ്വാതിയുടെ റൂമിൽ അവർ കയറിയത്. പക്ഷേ പണി പാളിപ്പോയി. ഋതു എല്ലാവരും എല്ലാവരും ഉറക്കം എണീറ്റപ്പോൾ പേടിച്ചിട്ട് അവർ കട്ടിലിന്റെ അടിയിൽ കയറിയെങ്കിൽ പോലും ഋതുവിനൊരു സംശയം, ഈ റൂമിൽ ആരോ ഉണ്ട്, വേറെ ആരുടെയോ പ്രസൻസ് ഈ റൂമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഉടനെ തന്നെ ഋതു കട്ടിലിന്റെ അടിയിൽ നോക്കുമ്പോൾ രണ്ടുപേരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഉടനെ തന്നെ അയ്യോ കട്ടിലിന്റെ അടിയിൽ രണ്ടുപേരുണ്ടെന്ന് ഋതു ഉറക്ക കീറുവാണ്. പക്ഷെ അത് ആരാണെന്ന് വ്യക്തമായിട്ട് ഋതു കണ്ടില്ലായിരുന്നു. അപ്പോൾ പണിപാളിന്ന് മനസ്സിലായിട്ട് സേതുവും പല്ലവിയും കൂടി കട്ടിലിന്റെ അടിയിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതായത് നമ്മുടെ സ്വാതിയും ഋതുവും അത്ഭുതപ്പെട്ടു പോയി. കാരണം പല്ലവിയും സേതുവാണോ ഇതിന്റെ അടിയിൽ? പക്ഷെ അച്ചുവിന് പണി പാളിയല്ലോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ഋതുവും സ്വാതിയും കൂടി അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പൂർണിമാമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പോവുകയാണ്. എന്നാൽ സത്യം അവർ ഒരു കള്ളവും ചെയ്തിട്ടില്ല. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ആ റൂമിലോട്ട് കയറിയത്. അത് ധരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് സേതുവിന് മനസ്സിലായി. അങ്ങനെ പൂർണിമാമയോട് സ്വാതിയും ഋതുവും കൂടി ഓരോ കാര്യങ്ങൾ പോയി പറഞ്ഞു. എന്നിട്ട് മനഃപൂർവ്വം അവർ ഈ റൂമിൽ കയറിയതാണെന്നും നല്ല ഉദ്ദേശത്തോടെ അല്ല ചീത്ത ഉദ്ദേശത്തോടെയാണ് കയറിയത്, അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വവും ഈ വീട്ടിലില്ല, അതുകൊണ്ട് അവരുടെ യഥാർത്ഥ മുഖം ഇന്ന് പുറത്തായിരിക്കുവാണ്. അതുകൊണ്ട് പല്ലവിയെയും സേതുവിനെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്ന് തന്നെ അവർ പുറത്താക്കിയേ മതിയാകൂ. അത്രത്തോളം ഞങ്ങൾ പേടിച്ചു പോയി, ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളെല്ലാം കൂടി കൊണ്ട് സ്വാതിയും ഋതുവും കൂടി പല്ലവിയും സേതുവിനെയും അപമാനിക്കാൻ വേണ്ടിയിട്ടും കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പൂർണിമയോട് ശ്രമിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ പൂർണിമയ്ക്ക് ഉറപ്പാണ് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ഋതുവും സ്വാതിയും ഇനി തുറപ്പിക്കാത്ത വിധം അവർ സത്യങ്ങൾ തുറന്നു പറയണം. ശരി, നിങ്ങൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാലോ, ഞാൻ അവരോട് ചോദിക്കാം. പൂർണിമാമ നേരെ സേതുവിനോടും പല്ലവിയോടും പോയി സംസാരിച്ചു. എന്നാൽ എന്ത് പറയണമെന്ന് അറിയാതെ വാക്കുകൾ ഇടറി സേതു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ സ്വാതി ഋതുവും പറയുന്നുണ്ട്, കണ്ടോ അവർ കള്ളം പറയുന്നത് കൊണ്ടാണ് ആ ഒരു വാക്കുകൾ പോലും ഇടറി വരുന്നത്, ശബ്ദം പുറത്തോട്ട് വരാത്തത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇവര് പറയുന്നത് തെറ്റാണെന്നും ഇന്ദ്രൻ സ്വാതിയെ നോട്ടമിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരിപ്പോഴും ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ സ്വാതിയുടെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല, സ്വാതിക്ക് ഒരു അപകടം സംഭവിക്കാൻ പാടില്ല. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല്ലവിയും ഞാനും കൂടി സ്വാതിയുടെ ഫോണിൽ നിന്നും ഇന്ദ്രന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിൽ കയറിയത്. ആരും കാണാതെ റൂമിൽ കയറുക, ഫോണിൽ നിന്ന് നമ്പർ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആരും അറിയാതെ പുറത്തോട്ട് വരിക, ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഇതിന്റെ ഇടയിൽ അവർ ഉറക്കം എണീറ്റപ്പോൾ പണി പാളി. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് കട്ടിലിന്റെ അടിയിൽ കയറി ഒളിക്കേണ്ടി വന്നു. അത് അച്ചുവിനും അറിയാം, അച്ചുവിന് സത്യാവസ്ഥ അറിയാം എന്ന് സേതു പറഞ്ഞപ്പോൾ അച്ചുവിനോട് കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ അതേ അമ്മേ, ഞാനാണ് അവർക്ക് റൂം തുറന്നു കൊടുത്തത്, കതവ് തുറന്നു കൊടുത്തത് എന്നുകൂടി അച്ചു പറഞ്ഞു. അപ്പൊ സ്വാതിക്കും ഋതുവിനും ദേഷ്യം അച്ചുവിനോട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ഋതു വാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും സ്വാതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട്, ഇപ്പോൾ പല്ലവി പറഞ്ഞല്ലോ ഫോണ് നിന്ന് നമ്പർ ബ്ലോക്ക് ചെയ്യാനാണെന്ന്, അപ്പൊ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ പോരെ. അങ്ങനെ സ്വാതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ നമ്പർ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ പൂർണിമയ്ക്ക് മനസ്സിലായി സേതുവും പല്ലവിയും പറയുന്നതാണ് ശരി. അതുകൊണ്ട് നിന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, അല്ലാതെ നിന്നെ സൂക്ഷിക്കാതെ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല
എന്നൊക്കെ പൂർണിമ സ്വാതിക്കും ഒരു താക്കീത് നൽകിയിട്ടാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിന്ന് സോൾവ് ആയി. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ പോലും പൂർണിമാമ തെറ്റിദ്ധരിച്ചില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പല്ലവി ഉറങ്ങാൻ പോയി. സേതുവിനും ഒരു ചമ്മലായിരുന്നു. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പൂർണിമാമ പ്രത്യേകിച്ച് പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒളിക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ കയറി ഒളിക്കാനായിട്ട് നോക്കണ്ട, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചാൽ മതി എന്നൊക്കെ പൂർണിമാമ വെറുതെ കളിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴും അവിടെ സേതുവിന് ഉറങ്ങാൻ പറ്റില്ല. സേതു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ പൂർണിമാമ വന്നു. എന്നിട്ട് സേതുവിനോട് ചോദിക്കുന്നുണ്ട്, സേതുവിന് യഥാർത്ഥത്തിൽ പല്ലവിയെ ഇഷ്ടമാണോ? അപ്പോൾ സേതു പറഞ്ഞു, അതെ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ പല്ലവി ഒരു കോളേജ് ലെക്ചററാണ്, ഞാനൊരു സാധാരണക്കാരനും, എനിക്ക് പഠിപ്പോ വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാനൊരു പന്തല് പണിക്കാരനാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പല്ലവിയെ സ്നേഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പല്ലവിയെ സ്വന്തമാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് പറയാൻ പറ്റാത്തത് എന്ന് പൂർണിമയോട് സേതു സത്യം പറഞ്ഞു. എന്നാൽ ഞാൻ എന്തായാലും സേതുവിന്റെ ആഗ്രഹം നടത്തി തരും. ആദ്യം അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പല്ലവിയുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം സേതുവിനും പല്ലവിയുടെയും വിവാഹം ഞാൻ നടത്തി തരും, അതുവരെ അത് ക്ഷമിക്കേ എന്നൊക്കെ പൂർണിമ കളിയാക്കുവാണ്. എന്നാൽ തൻ്റെ ആ ഒരു ആഗ്രഹം നടന്നാൽ മതി എന്നുള്ളൊരു ഒരു സ്വപ്നം മാത്രമാണ് ഇപ്പോൾ സേതുവിനുള്ളത്. ഉറങ്ങാൻ കിടന്നപ്പോഴും സേതുവിന്റെ മനസ്സിൽ ഓർമ്മകളെന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹമാണ്. ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചിട്ട് നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് പല്ലവി വരുമ്പോൾ സേതു സെറ്റ് മുണ്ടും അങ്ങനെ ഭയങ്കരമായിട്ട് ഷർട്ടും ഒരു ചന്ദ്ര കളർ ഷർട്ടും ഒരു നേരിയ മുണ്ടും ഒക്കെ ഉടുത്ത് സുന്ദരനായിട്ട് വരികയും എന്നിട്ട് തുളസിമാല അണിഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം കൃഷ്ണന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നടക്കുവാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നത്തോടു കൂടിയാണ് പല്ലവി വരുന്നത്. അങ്ങനെ പല്ലവിയുടെ കൈപിടിച്ച് സേതു പൊന്നുമടത്തിലോട്ട് പോയി. പൊന്നുമടത്തിൽ ചെന്നതിന് ശേഷം അവരുടെ സന്തോഷ നിമിഷങ്ങളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും പാട്ടും പിന്നെ പല്ലവിയെ ചുറ്റാൻ കൊണ്ടുപോകുന്നതും പല്ലവിയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പല്ലവി ഗർഭിണിയാവുന്നതാണ്. അങ്ങനെ പല്ലവിക്ക് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ട നിറയെ പച്ചമാങ്ങ കൊണ്ടു കൊടുക്കുകയും പിന്നെ ഗർഭിണിയാവുമ്പോൾ പല്ലവിയെ സ്നേഹത്തോടെ നോക്കുന്നതും അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളെല്ലാം സേതു ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴായിരുന്നു ഹരിയുടെ കോള്. അതായത് ഇതെല്ലാം സേതു സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഹരിയുടെ കോള് വന്നപ്പോൾ സേതുവിന് മനസ്സിലായി താൻ നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കട്ടുറുമ്പ് പോലെ ഹരി ഇടയിൽ കയറിയെന്ന്. പിന്നെ ഹരിക്കും 2 ചീത്തയൊക്കെ കൊടുത്ത് ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും തൻ്റെ സ്വപ്നത്തിലോട്ട് വീണ്ടും സേതു കടന്നിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പല്ലവിയെ വിളിച്ചു. എന്നിട്ട് താനൊരു സ്വപ്നം കണ്ടെന്നും അത് യാഥാർത്ഥ്യമാകോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ എന്ത് സ്വപ്നമാണെന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, നമ്മളുടെ രണ്ടുപേരുടെ വിവാഹമാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പച്ചമാങ്ങയിലോട്ടാണ് പല്ലവി ഗർഭിണിയാവുന്ന രംഗങ്ങളാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പല്ലവിക്ക് ഒരുപാട് ചിരിയാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു സ്വപ്നമാണോ, എന്തായാലും സ്വപ്നം ഒരുപാട് കാണേണ്ട ആവശ്യമില്ല സേതുവേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി സേതുവിനെ കളിയാക്കിയിട്ട് അങ്ങ് പോയി. എന്തായാലും അവരുടെ ആ ഒരു സന്തോഷ നിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പല്ലവി ഒരുപാട് ആഗ്രഹിച്ചാണ് ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്നത്. പക്ഷെ അത് എന്തായാലും നശിച്ചു പോയി. തൻ്റെ ആ ഒരു സ്വപ്നങ്ങൾ നേടാനായിട്ട് സാധിച്ചില്ല. എങ്കിലും അത്രത്തോളം സേതു പല്ലവി അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല്ലവി ആ ഒരു നിമിഷങ്ങളിൽ ആസ്വദിക്കുവാണ്. എന്നാൽ ഒരിക്കലും ഇന്ദ്രനെ പോലെ അല്ല ഇന്ദ്രന്റെ അനിയനായ വിശ്വ. അപ്പോൾ പാറു ഇതേപോലെ ജോലിക്ക് നടന്നു പോകുമ്പോൾ വിശ്വ പാറുവിനോട് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരിക്കലും താൻ ഇന്ദ്രേട്ടനെ പോലെ അല്ല, ഇന്ദ്രേട്ടനെയോ അമ്മയെ പോലെ അല്ല, കാരണം അവർ രണ്ടുപേരും തെറ്റ് ചെയ്യുന്നവരാണ്, ഞാൻ എവിടെയും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് എന്നൊക്കെ വിശ്വ പറഞ്ഞു. എന്നാൽ വിശ്വ പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ സത്യമുണ്ട് എന്ന് പാറുവിന് തോന്നി. വിശ്വ നമ്പർ ചോദിച്ചപ്പോൾ പാറു തന്നെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഇനി എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു അവസരം കിട്ടുക, പല്ലവിയും സേതുവിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവസരം കാത്തു നിൽക്കുവാണ് ഇന്ദ്രൻ. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരുപാട് നാൾ അവർ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പല്ലവി തന്നെ സ്നേഹിക്കത്തില്ല എന്ന് സേതുവിന് ഉറപ്പായിരുന്നു. പക്ഷെ അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക? പല്ലവിക്ക് ഇനി നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ